അതൊക്കെ സാങ്കേതികത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ചു പോകുന്നതാണ്. അതെല്ലാം കൃത്രിമമായിട്ട് ആ കാലഘട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിപ്പോകുന്നതാണ്. അതിനാരും ഉത്തരവാദിയൊന്നുമല്ല. അതിനൊരു പ്രത്യേകിച്ചൊരു ഉത്തരവാദിയൊന്നുമില്ല. ഒരു പുസ്തകത്തിനും പ്രത്യേകിച്ച് ആരും ഉത്തരവാദികളല്ല. ഒരു ഗ്രന്ഥത്തിനും ആരും ഉത്തരവാദിയല്ല. ഗ്രന്ഥങ്ങളെല്ലാം ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാ ഗ്രന്ഥങ്ങളും കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. അതിനൊരിക്കലും ഒരു വ്യക്തിയുടെ മാത്രമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടാകത്തില്ല. ഒരു വ്യക്തിയുടെ മാത്രമായിട്ട് ഒരു ഗ്രന്ഥവും ഇവിടെ ഇല്ല. അത് ഒട്ടനവധി ആൾക്കാരുടെയും ആ കാലഘട്ടത്തിൻ്റെയും സൃഷ്ടിയാണ് ഒരു ഗ്രന്ഥം. അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടാകത്തുള്ളൂ. ഏത് സംസ്കാരവും ഒത്തിരി ആൾക്കാരുടെയും കാലത്തിൻ്റെയും അനന്തര ഫലമായിട്ടുള്ള ഒരു സംസ്കാരമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ സൃഷ്ടി എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്. സൃഷ്ടി എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്. അത് എല്ലാ കാലഘട്ടത്തിലും അത് ഒരുപോലെയാണ്. അപ്പോൾ ഏത് ഗ്രന്ഥമെടുത്താലും അതിനകത്ത് എപ്പോഴും പരിപൂർണത ഉണ്ടാകത്തില്ല. അത് ആ കാലഘട്ടത്തിൻ്റെ നൈമിഷികത അതിനകത്ത് ചേർന്നിട്ടുണ്ടാവും. അതിനകത്ത് കുറേ മായ ഉണ്ടാവും. അതിനകത്ത് ഒട്ടനവധി മായ ഉണ്ടാവും. അത് ഏത് ഗ്രന്ഥമെടുത്താലും അങ്ങനെ തന്നെ. പക്ഷേ സൃഷ്ടി എന്ന് പറയുന്ന ഭാഗം പരിശോധിക്കുമ്പോൾ അതിനകത്ത് മായയില്ല. അതിൽ നിത്യതയാണുള്ളത്. ഒരിക്കലും ഒരു വ്യക്തി പുസ്തകം വായിച്ച് വഴിതെറ്റത്തൊന്നുമില്ല. പുസ്തകം ആത്മാർത്ഥമായിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ, സത്യസന്ധമായിട്ട് പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സത്യസന്ധത ഇല്ലാണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് നമുക്ക് വിഷമാണ്. ആത്മാർത്ഥത ഇല്ലാണ്ട് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണവും നമുക്ക് വിഷമാണ്. അപ്പോൾ എന്തും എടുക്കുമ്പോൾ സത്യസന്ധത ഉണ്ടാകണം. മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആത്മാർത്ഥത ഇല്ലാതെ സംസാരിച്ചാൽ അത് വിഷമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ. ഏത് നിമിഷവും സത്യസന്ധത ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അല്പനേരം മതി. മറ്റേ അലസമായിട്ടൊന്ന് അല്പനേരം ഇരുന്ന് നോക്കിക്ക് വിഷമിക്കേണ്ടി വരും. അല്പനേരം ഒരു 10 നിമിഷം ഒന്ന് അലസമായിട്ടൊന്ന് ഇരുന്ന് നോക്ക്, നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന മുഴുവനും വേണ്ടാത്തതായിരിക്കും. അപ്പം നിരന്തരം ജാഗ്രത വേണം. അലസത നമ്മുടെ ലക്ഷണമാകരുതും. അപ്പോൾ ഒന്ന് വിഷമാകാൻ വലിയ നേരമൊന്നും വേണ്ട. മനസ്സിലായി, അലസത മാത്രം മതി. അലസത ഉള്ളവന് വിഷം എങ്ങനെ തീണ്ടുമെന്ന് പറയാനൊക്കത്തില്ല. തീർച്ചയായിട്ടും ശ്രദ്ധ അഭിജാത്യമായിട്ടുള്ള, അല്ലേ? വാക്ക് കറക്റ്റാണ്. അതെ, അവിഭാജ്യം. ഇരിക്കട്ടെ. ഓ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, ആയും വായും മുമ്പേ പോയാൽ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഘടകമാണ്. അതല്ലേ